അൺചൈൻഡ് ലവ് എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാജാവിനെ കണ്ടപ്പോൾ അതുവരെയുള്ള ബന്ധമെല്ലാം മറന്ന് ഇൻലു ചതിച്ചിട്ട് പോയതാണ് എന്ന് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞെങ്കിലും ധ്രുവ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുകൊണ്ടായിരിക്കണം അന്ന് ചുരത്തിൽ ഇറങ്ങാതിരുന്നത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഏകദേശം തന്നെ പോലെ ഇരിക്കുന്ന ഒരാളെ തനിക്ക് പകരം അവിടെ നിർത്തിയിട്ട് തിരികെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. മുറോങ്ങിന്റെ അനുവാദം കിട്ടിയതോടെ വാൻ ലിയാന് ചികിത്സ എത്തിക്കുന്നു. വൈദ്യർ പോയ ശേഷം അവൾ തന്നെ അവൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. അവനെ സഹായിക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അവനിതുവരെ കണ്ടു തുറന്നിട്ടില്ലെങ്കിലും അവൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അവനുമായുള്ള ഈ ബന്ധം നല്ലതിനല്ല. രാജാവ് എന്തായാലും അവനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുകയില്ല. ഏതെങ്കിലും മന്ത്രിമാർക്കോ മറ്റുദ്യോഗസ്ഥർക്കോ ആയിരിക്കും അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അവനെ സഹായിക്കാൻ വേണ്ടി ഇല്ലുവിന് മരുന്ന് നൽകിയത് അവളാണ് എന്നറിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലുക തന്നെ ചെയ്യും എന്നൊക്കെ തോഴി അവളോട് പറയുന്നുണ്ട്. അവന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് വാൻ പറയുന്നതൊക്കെ ലിയാൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ലുവിനും രാജാവിനും ഇടയിൽ നടന്നൊക്കെ ചാരന്മാർ വഴി രാജ്ഞിയും അറിയുന്നു. ഈ അവസരം മുതലെടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അവർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. മുറോങ്ങിനെ ചെന്ന് കണ്ട് ഇല്ലുവിനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവൾ അയാളുടെ വഴിക്ക് വഴങ്ങിക്കൊടുക്കാത്തത്. അനുവാദം നൽകുകയാണെങ്കിൽ അവളെ മര്യാദ പഠിപ്പിച്ച് അയാളുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന രീതിയിലാക്കി കൊടുക്കാം. പകരമായി ദുബോയെ തനിക്ക് തരണം എന്നവർ ആവശ്യപ്പെടുന്നു. ഇല്ലുവിനെ സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ എന്തിനും തയ്യാറായിരുന്ന മുറോങ് അത് സമ്മതിക്കുന്നു. അങ്ങനെ രാജ്ഞി പറഞ്ഞതനുസരിച്ച് ഇല്ലുവിനെ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള തെറ്റുകൾ ചെയ്യുന്ന കൺസോർട്ടുമാർക്കൊക്കെ താമസിക്കാനുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് താമസം മാറ്റുന്നു. അവളുടെ ജോലിക്കാരായി രാജാവിൻ്റെ വിശ്വസ്തരായ കുറച്ച് പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. സുഹായി എന്ന തോഴിയാണ് അവരുടെ ലീഡർ. ദുവോ തനിക്ക് പകരക്കാരനായ ആളെയൊക്കെ കണ്ടുപിടിച്ച് കൊള്ളക്കാരുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി ചികിത്സയിലാണെന്ന് വരുത്തി തീർത്ത ശേഷം രഹസ്യമായി ഇൻലുവിനെ കാണായി പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാവ് ഓടിയെത്തി ഇൻലു രാജാവിനൊപ്പം രാത്രി കഴിച്ചതും അതിൽ സന്തോഷിച്ച് അവൾക്ക് കൺസൾട്ട് ദുവാൻ എന്ന പദവി നൽകിയതുമൊക്കെ അറിയിച്ചത്. അതോടെ അവൻ ശരിക്കും തകർന്നു പോകുന്നു. യാത്ര മാറ്റിവെച്ച് അവൻ തിരികെ മുറിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന അവളുണ്ടാക്കി നൽകിയ ചെരുപ്പ് കണ്ടപ്പോൾ അവൻ ദേഷ്യത്തിൽ അത് വലിച്ചെറിയുന്നു. ഇല്ലു തന്നെ ചതിച്ചതായിരിക്കുമെന്ന് തന്നെ അവൻ കരുതുന്നു. ഇല്ലുവിൻ്റെ പുതിയ താമസ സ്ഥലത്തിന് മുന്നിൽ ശക്തമായ കാവലാണ് മുറോങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല സുഹായിയും സംഘവും അവളെ ഇടം വലം തിരിയാൻ അനുവദിക്കുന്നില്ല. സ്വതന്ത്രമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലുമുള്ള അനുവാദമില്ലാതെ ഇല്ലു ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് രാജ്ഞി അവളെ കാണാൻ എത്തിയത്. അത്ര നല്ല ബന്ധമല്ലെങ്കിലും പരിചയമുള്ള ഒരു മുഖം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇല്ലു അവരോട് സംസാരിക്കുന്നു. പക്ഷേ രാജ്ഞി അവളുമായി ഒരു സൗഹൃദത്തിന് തയ്യാറായിരുന്നില്ല. അവർ മര്യാദയ്ക്കല്ല എന്ന് മനസ്സിലായതോടെ അവരെ കുത്തുന്ന രീതിയിൽ ഇല്ലുവും സംസാരിക്കുന്നു. ദുബോ അവളെ കെയർ ചെയ്തു എന്നായിരുന്നു രാജ്ഞിയുടെ കലിപ്പിൻ്റെ പ്രധാന കാരണം. എൻ്റെ സാധനങ്ങളൊന്നും മറ്റാരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവർ അവളെ ഒന്ന് അടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ രാജാവ് കടുത്ത ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ് സുഹായി ഇടപെടുന്നു. രാജാവ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയിട്ട് രാജ്ഞി വീണ്ടും ഇല്ലുവിനെ അടിക്കാൻ തുടങ്ങിയെങ്കിലും ഇല്ലു അവരുടെ കയ്യിൽ കയറി പിടിച്ച് തൻ്റെ ഹെയർ പിൻ കൊണ്ട് അവരുടെ കഴുത്തിൽ കുത്തി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് തനിച്ചകത്തേക്ക് പോകുന്നു. മുറിയിലെത്തിയപ്പോൾ ഇപ്പോൾ അവരുടെ പദവി രാജാവിൻ്റെ ഇഷ്ടക്കാരിയായ തന്നേക്കാൾ താഴെയാണ് എന്ന സത്യം ബോധ്യപ്പെടുത്തി അവൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ നമ്പർ ശരിക്കും ഏൽക്കുന്നുണ്ട്. അവരിൽ നിന്ന് ദുബൈയുടെ ചേട്ടനെ കൊന്ന ആളിനെക്കുറിച്ചുള്ള വിവരം എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ് ഇല്ലു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. പക്ഷേ അവൾക്ക് അത് ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പേ കാവൽക്കാർ അവിടേക്ക് എത്തുന്നു. ഇല്ലു അവരുടെ പിടിവിട്ടപ്പോൾ അവളെ പിടിച്ച് കെട്ടാൻ അവർ കാവൽക്കാരോട് നിർദ്ദേശിക്കുന്നു. അതിനുള്ള അവസരം നൽകാതെ ഇല്ലു കയ്യിലിരുന്ന ഹെയർപിൻ കൊണ്ട് സ്വന്തം കയ്യിൽ കുത്തി മുറിവേൽപ്പിക്കുന്നു. അവൾക്ക് പരിക്ക് പറ്റിയവരെ രാജാവ് പറഞ്ഞാൽ എല്ലാവർക്കും ശിക്ഷ കിട്ടുമെന്ന് ഓർമ്മിപ്പിച്ച് സുഹായി തൽക്കാലം രാജ്ഞി അവിടെ നിന്ന് മടക്കി അയക്കുന്നു. അതിനുശേഷം ഇല്ലുവിനെ വേറെ തോഴിമാരെ ഏൽപ്പിച്ചിട്ട് അവളുടെ രാജ്ഞിയുടെ പുറകെ ചെന്ന് അങ്ങനെ എതിർത്ത് സംസാരിച്ചതിന് സോറി പറയുന്നു. ഇല്ലുവിനേക്കാൾ കൂടുതൽ അധികാരമുള്ള രാജ്ഞിയെ പിണയ്ക്കുന്നത് നല്ലതല്ല എന്ന് സുഹായിക്ക് അറിയാമായിരുന്നു. കയ്യിൽ കിടന്നിരുന്ന വില കൂടിയ ഒരു വള നൽകി രാജ്ഞി അവളെ വിലക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ആദ്യം വഴങ്ങുന്നില്ല. രാജാവിന് ഇല്ലുവിനോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒഴിഞ്ഞ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ താമസിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ ഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് ഗുണകരം എന്നൊക്കെ പറഞ്ഞ് രാജ്ഞി അവസാനം അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ആ വളയും അവൾക്ക് നൽകുന്നു. രാജ്ഞി പറയുന്നത് പോലെയൊക്കെ അനുസരിക്കാൻ തയ്യാറാണെന്ന് സുഹായി അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇല്ലുവിനെക്കുറിച്ചുള്ള പുതിയ വിവരം അറിഞ്ഞതോടെ ദുബോയുടെ മനസ്സ് ഏകദേശം മരവിച്ചതുപോലെ ആയിരിക്കുന്നു. കൊള്ളക്കാരെ അമർ ചെയ്യാനാണല്ലോ രാജാവ് അവനെയും അവിടെ നിർത്തിയിട്ട് പോയത്. അവരുടെ തലവനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി കഴിയും. അതുകൊണ്ട് അവൻ ശക്തമായ ഒരു ആക്രമണം നടത്തി കൊള്ളക്കാരുടെ തലവനെയും സംഘത്തെയും കൊന്നിട്ട് തലസ്ഥാനത്തേക്ക് പുറപ്പെടുന്നു. സുഹായി അന്ന് രാത്രി ഭക്ഷണവുമായി വന്നപ്പോൾ അവളുടെ കയ്യിൽ കിടന്നിരുന്ന രാജ്ഞിയുടെ വള ഇല്ലു കാണുന്നു. അന്ന് പകൽ അത് രാജ്ഞിയുടെ കയ്യിൽ കിടക്കുന്ന അവൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഞി അവളെ വിലക്കെടുത്ത് കാണുമോ എന്ന് അവൾ സംശയിക്കുന്നു. ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർത്തുണ്ടാകുമോ എന്ന് സംശയം തോന്നി അവൾ ഭക്ഷണം കഴിക്കാതെ എല്ലാം കൂടി അകത്ത് ഒരു കുട്ടയിൽ കൊണ്ടിട്ടിട്ട് ഒഴിഞ്ഞ പാത്രങ്ങൾ തിരികെ നൽകുന്നു. പാത്രമെടുക്കാൻ വന്ന സുഹായി ഇല്ലു ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് സംശയിച്ചാണ് പാത്രങ്ങളുമായി മടങ്ങിയത്. ആ സമയത്ത് അവളറിയാതെ ഇല്ലു അവളെ ഫോളോ ചെയ്യുന്നു. ഇല്ലുവിൻ്റെ വിവരം അറിയാൻ അവിടെ കാത്തുനിന്ന രാജ്ഞിയുടെ തോഴിയുടെ അടുത്തേക്കാണ് സുഹായി പോയത്. ഭക്ഷണത്തിൽ അവർ ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കാനുള്ള ഒരു മരുന്ന് ചേർത്തിരുന്നു. മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ടും ഇല്ലുവിന് കുഴപ്പമൊന്നുമില്ലെന്ന് സുഹായി പറഞ്ഞപ്പോൾ അന്നു മുതൽ അവൾക്ക് കൊടുക്കുന്ന മുഴുവൻ ഭക്ഷണത്തിലും ആ മരുന്ന് ചേർത്ത് കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടാണ് തോഴി പോയത്. ഇല്ലു അവരുടെ സംസാരമെല്ലാം കേട്ടെങ്കിലും രാജ്ഞിക്ക് തന്നോട് ഇത്ര ശത്രുത തോന്നുന്നതിന് എന്താണ് കാര്യം എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇല്ലുവിനെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞയച്ചെങ്കിലും അവളെക്കുറിച്ച് ചിന്തിച്ചായിരിക്കാൻ മുറോങ്ങിന് കഴിയുന്നില്ല.
അവളിപ്പോൾ താമസിക്കുന്ന ഒരു ഒഴിഞ്ഞ വീട്ടിലായതുകൊണ്ട് അവൾക്ക് കുറേ വസ്ത്രവും ഭക്ഷണവും ഒക്കെ സമ്മാനിക്കാനായി അവിടെ വരെ പോകാൻ അയാൾ തീരുമാനിക്കുന്നു. ദിവസങ്ങളായി ഭക്ഷണത്തിൽ മരുന്ന് ചേർത്ത് നൽകിയിട്ടും തനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് അപകടപ്പെടുത്താൻ രാജ്ഞി നേരിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഇല്ലുവിന് തോന്നി തുടങ്ങിയിരുന്നു. ഏതു നിമിഷവും ആ വരവും പ്രതീക്ഷിച്ചാണ് അവളുടെ ഇരിപ്പ്. ദുബൈയും സംഘവും തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് താമസം മാറ്റിയത് ഷുലിൻ ദുബൈയെ അറിയിക്കുന്നു. രാജാവിന് അവളോടുള്ള ഇഷ്ടം കുറഞ്ഞു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒഴിവാക്കിയത്. മാത്രമല്ല രാജാവ് അവിടെ സന്ദർശനം നടത്തിയിട്ടും ഒരുപാട് കാലമായിരിക്കുന്നു എന്നൊക്കെ ഷുലിൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരോടെല്ലാം ബ്യൂറോയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇല്ലുവിനെ കണ്ടേ മതിയാക്കുമെന്ന് പറഞ്ഞ് ദുബോ തനിച്ച് അവൾ താമസിക്കുന്നിടത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. തനിയെ പോകാൻ കാവോ സമ്മതിക്കുന്നില്ല. അവർ ഒരുമിച്ച് അവിടെ എത്തിയ സമയത്ത് രാജാവിൻ്റെ രഥം അവിടെയുണ്ട്. അവൾക്കായി കൊണ്ടുവന്ന വസ്ത്രങ്ങളും മറ്റും സുനിന്റെ നേതൃത്വത്തിൽ അകത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് അവർ കണ്ടത്. അതോടെ രാജാവ് അവളെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ദുവ അവൾക്ക് നൽകാനായി അവരുടെ ഇടയിൽ കുറെ ഓർമ്മകളുള്ള കുറെ ചെറുപ്പഴങ്ങളും വാങ്ങിയാണ് വന്നത്. എന്തൊക്കെയാണെങ്കിലും അവളെ കണ്ടേ അടങ്ങുമെന്ന് തീരുമാനിച്ച് അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് രാജാവ് അവനെ കണ്ടാൽ അത് ഉറപ്പായും അവൻ്റെ മരണത്തിൽ കലാശിക്കും. ചിലപ്പോൾ ഇല്ലുവിന് മരണം സംഭവിച്ചേക്കും എന്ന് പറഞ്ഞ് കാവോ അവനെ തടയുന്നു. അവസാനം അവൻ തിരികെ പോകാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ വന്ന കാര്യം അറിയിക്കാൻ കൊട്ടാരത്തിലേക്ക് പോകാതെ നേരെ ബ്യൂറോയിലേക്കാണ് അവൻ പോയത്. ഇല്ലു രാജാവ് നൽകിയ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ എല്ലാം തിരികെ കൊടുത്തയക്കുന്നു. പുറത്ത് രഥത്തിനുള്ളിൽ കാത്തിരുന്ന മുറോങ്ങിനോട് സുൻ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അവൾ ഇവിടെ കിടന്ന് അരയിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ തിരികെ പോകുന്നു. അയാൾ തിരികെ കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് കൊള്ളക്കാരെ അമർ ചെയ്ത് ദുബോ തിരികെ എത്തിയിട്ടുണ്ടെന്ന് യുസു റിപ്പോർട്ട് നൽകിയത്. തിരികെ വന്നിട്ട് തൻ്റെ മുന്നിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാതെ നേരെ ബ്യൂറോയിലേക്ക് പോയത് അവൻ ഒന്നുകൂടി അഹങ്കാരിയായിരിക്കുന്നു എന്നൊരു തെളിവാണ് എന്നൊക്കെ മുറോങ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇല്ലുവിൻ്റെ അച്ഛൻ അയാളെ കാണാനായി എത്തിയത്. രാജാവിനോടുള്ള ഭയം കാരണം സഭയിൽ മറ്റാരും പറയാൻ തയ്യാറാകാത്തൊരു കാര്യം വ്യക്തിപരമായി പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സിംഹാസനത്തിലിരിക്കുന്നത് രാജാവാണെങ്കിലും ദുവോ ആണ് യഥാർത്ഥ രാജാവ് എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരം പരന്നിരിക്കുന്നു. ദുവോ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവൻ്റെ അധികാരം കുറയ്ക്കാൻ വേണ്ടി അത്യാവശ്യമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ലോർഡ് ദു മുറോങ്ങിനെ അറിയിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ദുബോയ്ക്കെതിരെ ഒരു അവസരം കാത്തിരുന്ന മുറോങ് അയാളെ ഒരു പാവ പോലെ തൻ്റെ വരുതിയിലാക്കിക്കൊണ്ട് ദുബോയിൽ നിന്ന് അധികാരമെല്ലാം എടുത്തു മാറ്റാൻ വേണ്ടി ജുഡീഷ്യൽ റിവ്യൂ വിഭാഗത്തിലെ പ്രധാനമന്ത്രിയായി അയാളെ നിയമിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത അയാളെ പെട്ടെന്ന് ഒരു പ്രധാന വിഭാഗത്തിൻ്റെ തലവനാക്കിയത് ശരിയായില്ല എന്ന രീതിയിൽ സുൻ അഭിപ്രായപ്പെട്ടപ്പോൾ അയാൾ തൻ്റെ കയ്യിലെ വെറും ഒരു പാവ മാത്രമായിരിക്കും എന്നുള്ള കാര്യം മുറോങ് തുറന്നു പറയുന്നുണ്ട്. ദുബോ കൊട്ടാരത്തിൽ ചെന്ന് മുഖം കാണിക്കാൻ ഓരോ നിമിഷം താമസിക്കുന്തോറും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കാവോ അവനെ കൊട്ടാരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ അവൻ യഥാർത്ഥ രാജാവാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിക്കുന്നതിനെക്കുറിച്ച് ഷുലിൻ വന്നറിയിച്ചത്. തന്നെ കൊല്ലാൻ ആ ഒരു കുറ്റം മാത്രം മതിയെന്നറിയാവുന്ന ആരോ മനഃപൂർവ്വം ചെയ്യിച്ചതാണതെന്ന് ദുവ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലാനായി യുസുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈനികർ അവിടേക്ക് എത്തിയത്. യുസുവിനെ ദുവ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അവർക്കൊപ്പം അവൻ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. മുറോങ്ങിൻ്റെ സഭയിലേക്കാണ് അവനെ വിളിപ്പിച്ചത്. തലസ്ഥാനത്തെത്തി അത്രയും സമയമായിട്ടും ഇതുവരെ അവൻ കൊട്ടാരത്തിൽ എത്താതിരുന്നത് എന്താണെന്ന് മുറോങ് ചോദിച്ചപ്പോൾ വളരെയധികം യാത്ര ചെയ്ത് വന്നതിനാൽ ഒന്ന് ഫ്രഷായിട്ട് ഇവിടേക്ക് വരാമെന്ന് കരുതി ബ്യൂറോയിലേക്ക് പോയതാണെന്ന് അവൻ പറയുന്നു. താമസിച്ചതിന് ശിക്ഷ നൽകിക്കോളാനും പറയുന്നു. പക്ഷേ മുറോങ് വളരെ തന്ത്രപരമായാണ് അവനോട് സംസാരിച്ചത്. സൗഹൃദത്തിൽ തന്നെയാണ് പറയുന്നത് എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവനെക്കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്നത് അവനാണ് രാജാവ് എന്ന രീതിയിലുള്ള സംസാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് അവൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു വരത്തില്ല എന്നറിയാം. അവൻ്റെ ബ്യൂറോയ്ക്ക് ഇപ്പോൾ അധികാരം വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് ജനങ്ങളിങ്ങനെ സംശയിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവനുള്ള അധികാരം ഒന്ന് കുറയ്ക്കുകയാണ്. ഇനി മുതൽ അവർ മെമ്മോറിയൽസ് റിവ്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ലോർഡ് ദുവിൻ്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൈമാറുകയാണെന്ന് മുറോങ് അറിയിക്കുന്നു. ബുവിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചതൊക്കെ അവൻ അപ്പോഴാണ് അറിയുന്നത്. അധികാരം എടുത്തു മാറ്റിയത് കൂടാതെ രാജ്ഞി അവനെ ജോലിക്കാരനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓർമ്മിച്ചുകൊണ്ട് ഇനി ഭരണകാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാതെ രാജ്ഞിയെ സേവിക്കാനായി അവരുടെ കൊട്ടാരത്തിലേക്ക് പോയിക്കോളാനും മുറോങ് ഉത്തരവിടുന്നു. ദുബായ്ക്ക് തൽക്കാലം അനുസരിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഇല്ലുവിൻ്റെ അച്ഛനെ പാവകണക്ക് ഉപയോഗിച്ച് തൻ്റെ കയ്യിൽ നിന്ന് അധികാരം കൈക്കലാക്കുകയാണ് മുറോങ്ങിൻ്റെ ഉദ്ദേശം എന്ന് തിരികെ പോകുമ്പോൾ ദുവോ കാവോയോട് പറയുന്നുണ്ട്. മുറോങ് രാജ്ഞിയുമായി ചേർന്ന് എന്തുള്ള പുറപ്പാടാണെന്ന് അറിയാൻ വേണ്ടി ദുവോ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അവൻ്റെ വരവും പ്രതീക്ഷിച്ച് അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്ന രാജ്ഞിക്ക് അവനെ കണ്ടപ്പോൾ സന്തോഷമാകുന്നു. അവർ അവനെ വശീകരിക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ദുവോ അവരെ അടുത്തേക്ക് പോലും വരാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല അധികം വൈകാതെ അവിടെ നിന്ന് തിരികെ പോകാനും തുടങ്ങുന്നു. എന്നോട് തോന്നാത്ത സ്നേഹം ഇല്ലുവിനോട് തോന്നാൻ മാത്രം അവൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ട് അവർ പുറകെ ചെന്നവനെ പിടിച്ചു നിർത്തുന്നു. അവൾക്ക് ശരിക്കും നിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ രാജാവിനൊപ്പം ഇറങ്ങാൻ നിൽക്കാതെ അവൾ ജീവിതം അവസാനിപ്പിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. ദേഷ്യം സഹിക്കവയ്യാതെ ദുവോ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. ആ നിൽപ്പിലും അവൾ നിന്നെ ഉപയോഗിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രാജ്ഞി അവളുടെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഒന്നിനും മറുപടി നൽകാതെ ദുവോ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ഇല്ലു മുറിയിലേക്ക് വന്നപ്പോൾ അവിടെ ചെറുപ്പഴങ്ങൾ ഇരിക്കുന്നത് കണ്ട് ദുവോ ആയിരിക്കണം അതവിടെ കൊണ്ടുവച്ചത്. അവൻ തിരികെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവനത് അവിടെ കൊണ്ടുവച്ചത് കൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ അവൻ ഇതുവരെ പിന്മാറിയിട്ടില്ലേ എന്ന് അവൾ ചിന്തിക്കുന്നു. ചിലപ്പോൾ വെറുതെ തോന്നുന്നതായിരിക്കും. കൊട്ടാരത്തിൽ നിന്നായിരിക്കണം ആ പഴങ്ങൾ കൊണ്ടുവന്നതെന്ന് കരുതി അവൾ തിരികെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത്. ദുവോ ആയിരിക്കുമെന്ന് കരുതിയാണ് അവൾ വാതിൽ തുറന്നത്. പക്ഷെ അവളുടെ അച്ഛനായിരുന്നു കാണാൻ വന്നത്. ദുവോ തിരികെ എത്തിയതും അവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി രാജാവ് തനിക്ക് പുതിയ അധികാരം നൽകിയതും
അവനെ അധികാരത്തിൽ നിന്ന് മാറ്റി സേവകനായി അയച്ചതും ഒക്കെ അച്ഛനോട് സംസാരിക്കുന്നിടയിൽ അവൾ അറിയുന്നു. രാജാവിനെ സന്തോഷിപ്പിച്ചിരുന്നാൽ അവൾക്ക് ഇങ്ങനെ ഇവിടെ താമസിക്കേണ്ടി വരില്ല, തിരികെ കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ കഴിയും എന്നൊക്കെ അവളെ ഉപദേശിച്ചിട്ടാണ് അയാൾ മടങ്ങിയത്. അച്ഛനെ യാത്രയാക്കിയ ശേഷം അവൾ തിരികെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു കാവൽക്കാരൻ്റെ വേഷത്തിൽ ദുവ അവിടെ എത്തുന്നു. അവനെ കണ്ടപ്പോൾ അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നുണ്ടെങ്കിലും താൻ കാരണം അവൻ്റെ ഒരു ആപത്തുണ്ടാകരുതെന്ന് ചിന്തിച്ച് ഇല്ലു അവനോട് സംസാരിക്കാൻ നിൽക്കാതെ വേഗം മുറിയിൽ കയറി വാതിലടയ്ക്കാൻ തുടങ്ങിയെങ്കിലും അവൻ ഓടി വന്ന് തള്ളി തുറന്ന് അകത്ത് കയറി വാതിലടയ്ക്കുന്നു. ഇല്ലു മനസ്സിനെ കട്ടിപ്പെടുത്തി അവനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവൻ്റെ ഒപ്പം ഒരു അഭയാർത്ഥിയായി അലഞ്ഞു നടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അന്ന് ചുരത്തിൽ വെച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. എനിക്ക് കൊട്ടാരത്തിൽ കഴിയാൻ ആഗ്രഹമില്ല എന്നൊക്കെ നിന്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ഞാനിന്ന് കള്ളം പറഞ്ഞതാണ്. നീ ആരോടും മാനസികമായി അടുപ്പം കാണിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് നിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി നിന്നോട് സ്നേഹം കാണിച്ച് ഞാൻ കൂടെ നിന്നത് അതുകൊണ്ടാണ്. രാജ്ഞിയാവുകയാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ അവൻ്റെ മനസ്സിൽ തകർക്കുന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നു. അവൻ പക്ഷേ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നു. ഇല്ലു പിന്നെയും അവനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയെങ്കിലും ആ അവസ്ഥയിലും അവളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഇതുവരെ അവൾ തന്നെ ഉപയോഗിച്ചതുപോലെ ഇനിയും തുടർന്ന് ഉപയോഗിച്ചാൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അഭിമാനം പോലും മറന്ന് അവൻ അപേക്ഷിക്കുന്നുണ്ട്. ഇല്ലുവിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയായിരുന്നെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് ഇനിയും എന്നെ ശല്യപ്പെടുത്തിയാൽ അവൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അറിയാവുന്ന രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതും പോരാഞ്ഞിട്ട് അവൻ കൊണ്ടുവന്ന് വെച്ച ആ ചെറിപ്പഴങ്ങൾ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞിട്ട് ഇനി മേലിൽ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അതോടെ ദുവ മനസ്സ് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇല്ലു കരഞ്ഞുകൊണ്ട് നിലത്തിരുന്ന് ആ ചെറിപ്പഴങ്ങൾ ഓരോന്നായി എടുത്ത് കഴിക്കുന്നുണ്ട്. അവനോട് പറഞ്ഞ കടുത്ത വാക്കുകൾ ഓർത്ത് സങ്കടം സഹിക്കുക വയ്യാതെ അവൾ പൊട്ടിക്കരയുന്നു. ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു ദുവ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും അറിയുക പോലും ചെയ്യാതെ നനഞ്ഞു കുളിച്ചാണ് അവൻ ബ്യൂറോയിൽ ചെന്ന് കയറിയത്. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ പന്തികേട് തോന്നിയ കാവ് അടുത്തേക്ക് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു. സങ്കടവും ദേഷ്യവും സഹിക്കുക വയ്യാതെ ദുവ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കയറി പിടിച്ച് തടയുന്നുണ്ട്. ഇനി മുതൽ അവളെ നിരീക്ഷിക്കാൻ ആരും പോകേണ്ട ആവശ്യമില്ല, എനിക്കിനി അവളുമായി യാതൊരു ബന്ധവുമില്ല എന്നവൻ ഉറക്കെ വിളിച്ചു പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.